യുവരാജ്, അമിത്ഷായ്ക്ക് എന്തെങ്കിലും പനിയോ ജലദോഷമോ ഒന്നുമില്ല. എല്ലാ ദിവസവും പാർലമെന്റ് സമുച്ചയത്തിൽ വരുന്നുണ്ട്. ശരത് പവാറിന്റെ കൊച്ചുമകളുടെ കല്യാണത്തിന് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് സഭയിലൊന്ന് ഹാജരായി ആ വിദ്യാർത്ഥി വീട്ടിൽ 2 വരി പറയാതെ ഈ മുങ്ങിക്കളി? പേടി എന്താണ് യുവരാജ്? പേടിക്കാൻ അവിടെ ഗ്യാങ് വാർ വല്ലതും നടക്കുന്നുണ്ടോ ഹാഷ്മി? അങ്ങനൊന്നും ഇല്ലല്ലോ. അവിടെ പാർലമെന്റ് അല്ലേ, പാർലമെന്റിന്റെ അകത്ത് അമിത്ഷാ വരുന്നുണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അങ്ങനെ പറയുകയും ചെയ്തു. അവിടെ ഇപ്പോൾ എന്തായാലും ആരെയും തല്ലാനൊന്നും പോകുന്നില്ലല്ലോ, സംസാരിക്കാനല്ലേ. ഇത്രയും കാലം അമിത്ഷാ കഴിഞ്ഞ 10-12 വർഷമായിട്ട് പാർലമെന്റിൽ തന്നെ ഉള്ള ആളാണ്. പാർലമെന്റിനകത്ത് ഇത്തരത്തിലുള്ള പല വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്, പല സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവസാനം എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാം. നോക്കൂ, ഇവിടെ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ പാർലമെന്റ്, ഈ ഒരു പാർലമെന്റ് സെഷൻ മാത്രമല്ല, എല്ലാ പാർലമെന്റ് സെഷന്റെ സമയത്തും അവർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ബഹളം ഉണ്ടാക്കണം. ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് വരുത്തി തീർക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അത് പാർലമെന്റിനകത്ത് ഒരു വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. അതിനവർ നിരന്തരം ഗോൾ പോസ്റ്റുകൾ മാറ്റിക്കൊണ്ടേയിരിക്കും. അവരുടെ ആവശ്യങ്ങൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. നോക്കൂ, ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിനകത്ത് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഉത്തരങ്ങളാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനകത്ത് പാർലമെന്ററി പ്രൊസീജിയറിൽ പങ്കെടുക്കാം, സഭയിൽ പങ്കെടുക്കാം. സഭയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ചോദ്യങ്ങൾ ഉന്നയിക്കാം. തീർച്ചയായിട്ടും വ്യക്തമായിട്ടുള്ള തൃപ്തികരമായിട്ടുള്ള ഉത്തരം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുക തന്നെ ചെയ്യും. അതിനെന്തിനാണ് ഇപ്പൊ ഇന്ന വാങ്ങിക്കൂട്ടു എന്തൊക്കെയാണ് കുട്ടികളുടെ പെൺകുട്ടികളുടെ പിൻഭാഗത്തിൽ ആത്തിയിട്ട് കുത്തുക, മര്യാദകൾ കാണിക്കുക, വൃത്തികേട് കാണിക്കുക? ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും സഭാകാലങ്ങളിൽ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ടില്ലെന്നേ അമിത്ഷാ. അതാണ് ചോദ്യം. എന്തുകൊണ്ടാണ് സഭയിൽ വന്ന് 2 വാക്ക് മറുപടി പറയാൻ പറ്റാതെ പോകുന്നത്? ഹാഷ്മി, ഒന്നാമത്തെ കാര്യം, ഞാൻ കുറച്ച് ചരിത്രം കൂടി പറഞ്ഞു തുടങ്ങാം. ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂതകാല ചരിത്രമൊന്നുമല്ല. കഴിഞ്ഞ വർഷത്തെ 2025 പാർലമെന്റ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടിട്ട്, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന് പറഞ്ഞിട്ട് വലിയ ബഹളമായിരുന്നു നമ്മുടെ പ്രതിപക്ഷം വന്ന് പാർലമെന്റിൽ ഉണ്ടാക്കിയത്. ജൂലൈ 29 തീയതി 2025 പ്രധാനമന്ത്രി ലോക്സഭയിൽ വന്ന് മറുപടി പറഞ്ഞു. 100 മിനിറ്റാണ് അദ്ദേഹം സംസാരിച്ചത്. 100 മിനിറ്റ്, 1 മണിക്കൂറും 40 മിനിറ്റും അദ്ദേഹം സംസാരിച്ചു. അത് കഴിഞ്ഞ് ജൂലൈ 30 രാജ്യസഭയിലേക്ക് എത്തുന്ന സമയത്ത് ആ ചർച്ച കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അമിത്ഷാജി എഴുന്നേക്കുന്ന സമയത്ത് ഇല്ല, അമിത്ഷാജി സംസാരിച്ചാൽ പറ്റില്ല, വീണ്ടും പ്രധാനമന്ത്രി വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ ബഹളമായിരുന്നു നമ്മുടെ പ്രതിപക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉത്തരം അവർക്ക് ആവശ്യമില്ലാന്നേ. അവരെ സംബന്ധിച്ചിടത്തോളം ബഹളം മാത്രം ഉണ്ടാക്കിയാൽ മതി. നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടിട്ട് പോലീസുമായി ബന്ധപ്പെട്ടിട്ട് പറയാമെന്ന് പാർലമെന്റ് സമുച്ചയത്തിൽ വരുന്നുണ്ട്, അദ്ദേഹം കല്യാണത്തിൽ വരുന്നുണ്ട്, ബാക്കി വ്യവഹാരങ്ങളൊക്കെ അദ്ദേഹം അമിത്ഷാ തന്നെ സഭയിൽ വരണം എന്ന ആവശ്യത്തിൽ രാജ്യസഭാ അധ്യക്ഷൻ കിരൺ റിജിജു മുഖാന്തരം ആഭ്യന്തരമന്ത്രി അറിയിച്ചിട്ടും എന്താണ് സഭയിൽ വരാൻ ഭയം? താങ്കൾ പറയുന്ന പോലെ അമിത്ഷാ സഭ ആദ്യമായിട്ട് കാണുന്ന ആളാണോ? ചോദ്യങ്ങൾ ആദ്യമായി കേൾക്കുന്നതാണല്ലോ. സഭ്യമായി പെരുമാറട്ടെന്നേ. അവര് സഭ്യമായി പെരുമാറട്ടെന്നേ. മര്യാദയ്ക്ക് മര്യാദയ്ക്ക് നടത്തുവാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് പ്രതിപക്ഷം തയ്യാറാകട്ടെന്നേ. അതിനുശേഷമല്ലേ ഒരു അനാവശ്യവും ഇല്ലാണ്ട് ബഹളം വെച്ചുകൊണ്ടിരുന്നാൽ ഈ രാഹുൽ ഗാന്ധിയുടെ ആവശ്യങ്ങളോ ഇന്നൊരു ആവശ്യം പറയും, ആ ആവശ്യത്തിന് അംഗീകരിക്കുമ്പോൾ നാളെ പറയും എനിക്ക് ഇതല്ല ആവശ്യം, മറ്റൊന്നാണ് ആവശ്യം എന്ന് പറയും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കാര്യം നടക്കുക എന്നുള്ളതല്ല പ്രധാനം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വെറുതെ ബഹളം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ അങ്ങ് പറഞ്ഞൊരു ചോദ്യം ഉണ്ടല്ലോ, അങ്ങ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് നമ്മുടെ പാർലമെന്റിൽ ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ട് അക്രമം ഉണ്ടായി, ആ അക്രമത്തിന് നേരെ പോലീസിന്റെ അതിക്രമണം ഉണ്ടായി, അല്ലെങ്കിൽ പോലീസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് അങ്ങ് പറഞ്ഞു. ശരിയാണ്, പോലീസുമായി ബന്ധപ്പെട്ടിട്ട് ഡൽഹിയിൽ ഒരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ട്. ഡൽഹിയിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നതാണോ അത്? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ തരത്തിലുള്ള വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടിട്ട് പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ, ക്ലാഷ് ഉണ്ടാകുമ്പോൾ പോലീസ് അവിടെ കൈയും കെട്ടി നോക്കിയൊക്കെയാണോ? പോലീസ് എല്ലാവർക്കും പൂച്ചണ്ട് ഹാരമാണോ കൊടുക്കുന്നത്? അതോ സ്വാഭാവികമായിട്ടുള്ള സംഘർഷമാണ് ഉണ്ടാകുന്നത്? ഗ്രനേഡ് വല എറിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ ഗ്രനേഡ് എറിയുന്നത് ഹാഷ്മി കണ്ടിട്ടില്ലേ? ഗ്രനേഡിന്റെ ചീളുകൾ കൊണ്ട് ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക്, ABVP കുട്ടികൾക്ക് പരിക്ക് പറ്റിയിട്ട് ഞങ്ങൾ ആശുപത്രിയിൽ പോയി കണ്ടിട്ടുള്ള എത്രയോ സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പിന്നെ വിദ്യാർത്ഥി, ഇദ്ദേഹത്തിന്റെ പേര് ഹാഷ്മി ഒളിച്ചോടാതെ ഞാൻ പറയട്ടെ. ഈ കാണുന്ന വിദ്യാർത്ഥിയുടെ പേര് കിഷൻ എന്നാണ്. ഞാൻ ഈ ഫോട്ടോയിൽ ഉയർത്തി കാണിക്കുന്ന വിദ്യാർത്ഥിയുടെ പേര് കിഷൻ എന്നാണ്. തെലങ്കാനയിൽ കഴിഞ്ഞ ദിവസത്തെ പോലീസ് അതിക്രമണത്തിൽ CNN ന്യൂസ് 18 ക്യാമറയുടെ മുമ്പിൽ വെച്ചിട്ടാണ് പോലീസ് ഇയാളെ തല്ലുന്ന സാഹചര്യം ഉണ്ടായത്. ഇദ്ദേഹം ഇന്ന് വളരെ ക്രിട്ടിക്കലായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റഡ് ആണ്. അവിടുത്തെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ പിന്തുണയോടുകൂടി അവിടെ ഭരിക്കുന്ന ഒരു സർക്കാരാണ് ജാർഖണ്ഡ് ഭരിക്കുന്നത്. ആ ജാർഖണ്ഡിനകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് അവിടുത്തെ ഗവൺമെന്റ് പോലീസിന് ക്ലീൻ ചിറ്റ് കൊടുത്ത് വിട്ടുകഴിഞ്ഞു. അവിടെ ഒരു ചർച്ചയില്ല, ബഹളമില്ല. രാഹുൽ ഗാന്ധിക്ക് ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയും വേണ്ട. എല്ലാ സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രക്ഷോഭം അക്രമാസക്തമാവുകയില്ല. പാർലമെന്റിലെ ഗവൺമെന്റ് മറുപടി പറയാൻ തയ്യാറാണെന്ന്. വിദ്യാർത്ഥി വേട്ടയിൽ അമിത്ഷാ കാണിക്കുന്ന മൗനം പോലെ രാഹുൽ ഗാന്ധി ആ വിഷയത്തിൽ മൗനിയല്ല. രാഹുൽ ഗാന്ധി പ്രതികരിച്ചു, കേൾക്കണോ? രാഹുൽ ഗാന്ധി എവിടെ പ്രതികരിച്ചു? മീഡിയ നടന്ന് ഏത് സംസ്ഥാനം, ഏത് ദേശം, ഏത് പ്രദേശം ഒന്നുമില്ല. കുട്ടികളുടെ സമരത്തിനൊപ്പം തന്നെയാണ്. ഇനി അവർ ഭരിക്കുന്ന സംസ്ഥാനത്താണെങ്കിലും കുട്ടികൾക്ക് സമരത്തിന്റെ വയലൻസ് പാടില്ല എന്ന് ആർജവത്തോടെ പറയല്ലേ രാഹുൽ? ഒരു വാക്ക് അമിത്ഷാ പറഞ്ഞു യുവരാജ്.
വിദ്യാർത്ഥികൾ നേരെ നടത്തിയ ഈ വൃത്തികേട്, ഈ നരനായാട്ട്, ഇത് നിർത്തണമായിരുന്നു ഒരു വാക്ക് പറഞ്ഞു ഹാഷ്മി. അമിത്ഷാ എന്തിനു പറയണം? ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വിദ്യാർത്ഥികൾക്ക് നേരെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അതിനോടൊപ്പം അല്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇനി ഇന്ന വ്യക്തി നിങ്ങൾ മറുപടി വാങ്ങുമെന്ന് പറയാൻ വേണ്ടി ഡൽഹി പോലീസ് നടപടി വൃത്തികേട് ആര് പറഞ്ഞു? സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളുടെ സ്വകാര്യ ഭാഗത്ത് ലാത്തിയിട്ട് കുത്തിയ ആ വൃത്തികേട്, അത് വൃത്തികേടെന്ന് ആര് പറഞ്ഞു? പെല്ലറ്റ് ഉപയോഗം വൃത്തികേടെന്ന് ആര് പറഞ്ഞു? പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന്, ഈ പറയുന്ന സമരക്കാരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, അവിടെ എന്ത് എവിഡൻസ് ആയിരിക്കും? അല്ല, നിങ്ങളൊന്ന് പറഞ്ഞു. പോലീസ് ലാത്തി പ്രയോഗം നടത്തുന്ന സമയത്ത് ഇവിടെ രാജ്ഭവന്റെ അകത്ത് SFIക്കാർ കയറി സമരം നടത്തുന്ന സമയത്ത് അന്ന് കേരള പോലീസ് ലാത്തി ഇട്ടിട്ട് ഒരു വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയത്തിന്റെ ഭാഗത്തിട്ട് കുത്തുന്ന ഒരു ഫോട്ടോ ഇന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നിങ്ങൾ ഈ വിഷയങ്ങളിൽ ഒരു സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഒരു സംഘർഷം ഉണ്ടാകുന്ന ചോദിക്കുന്നത്, ഒരു സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് പെൺകുട്ടികൾ മുഖത്ത് കളിക്കാൻ പോലീസിന് അവകാശമില്ല, AK-47 വെടിവെക്കാൻ പോലീസിന് അവകാശമില്ല, പെല്ലറ്റ് ഉപയോഗിക്കാൻ പോലീസിന് അവകാശമില്ല. സംഘർഷവും ഇതിനെ താരതമ്യം ന്യായീകരിക്കല്ലേ? സമരം ഉണ്ടാകുന്ന സമയത്ത് സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് പോലീസിന്റേതായ തരത്തിലായിരിക്കും പോലീസുകാർക്ക് കല്ലുവാരി എറിഞ്ഞാൽ പെൺകുട്ടിയുടെ പിന്നിൽ കുത്തും എന്നാണ് യുവരാജ് വാദിക്കുന്നത്. അവകാശമുണ്ടോ? പെൺകുട്ടിയുടെ പിന്നിൽ കുത്തും എന്നാണ് യുവരാജ് വാദിക്കുന്നത്. അങ്ങോട്ടടിച്ചാൽ ചിലപ്പോൾ അവര് തിരിച്ചും അവർ അങ്ങോട്ടടിച്ചാൽ ചിലപ്പോൾ അല്ല, നിങ്ങളെ പോലെ നിലവാരമില്ലാതെ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ അതേ നിലവാരത്തിൽ എനിക്ക് മറുപടി പറയാം. ബിജെപിയുടെ ഒഫീഷ്യൽ നിലപാടാണ് യുവരാജ് പറയുന്നത്. അതായത് കല്ലെറിഞ്ഞാൽ ചിലപ്പോൾ ഡൽഹി പോലീസ് പെൺകുട്ടികളുടെ പിൻഭാഗത്ത് എവിടെയെങ്കിലും കുത്തും എന്നത് യുവരാജ് BJP നിലപാടാണോ പറയുന്നത്? യുവരാജിന്റെ വ്യക്തിപരമായ നിലപാടാണോ BJP നിലപാടാണോ? കുട്ടികളെ കുത്താം, കുട്ടികളെ അടിക്കാം എന്ന് ന്യായീകരണം. തിരിച്ചാക്രമണം ഉണ്ടാവില്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപനം ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഇല്ല, ഉണ്ടാവില്ല, ഉണ്ടാകാൻ പാടില്ല. സമരത്തിന് ഇറങ്ങുന്നത് ഇല്ല, ഉണ്ടാകാൻ പാടില്ല. സമരം ചെയ്തിട്ടല്ലേ കുട്ടികളെ കൈ നീട്ടി മുഖത്തടിക്കാൻ ഉണ്ടാകാൻ പാടില്ല. കുട്ടികളുടെ പിൻഭാഗത്ത് വടിയിട്ട് കുത്താൻ പാടില്ല. പെല്ലറ്റ് ഉപയോഗിക്കാൻ പാടില്ല. സുപ്രീം കോടതി പോയതാണ്. പ്രവർത്തിച്ചോന്ന ആളല്ലേ ഹാഷ്മി? എന്താണ് പങ്കെടുക്കാതെ സമരം നടത്തിയിട്ടുണ്ട്, അടികൊണ്ടിട്ടുണ്ട്. അതല്ല, ഈ ചെറിയ പെൺകുട്ടികളോട് വൃത്തികളാണ് ന്യായീകരിക്കല്ലേ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് യുവരാജ്? അത്രേ ഉള്ളൂ. അത്രയല്ല സമയത്ത് എല്ലാവരും അത്രയല്ല, അന്നുണ്ടായത് അത്രയല്ല, സമയത്ത് ഞാനും ചെറുതായിരുന്നു. അന്നുണ്ടായത് അത്രയല്ല യുവരാജ്, സമയത്ത് ഞാനും ചെറുതായിരുന്നു. അന്നുണ്ടായത് അത്രയല്ല. സംഘർഷത്തിന്റെ അല്ലെങ്കിൽ അന്നുകൊണ്ട് ന്യായീകരിക്കല്ലേ? മനുഷ്യവിരുദ്ധ നിലപാട് സ്വീകരിക്കല്ലേ? വിട്ടേക്ക്. നമുക്ക് എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട് ഹാഷ്മി. എനിക്ക് വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയക്കാരല്ല, വിദ്യാർത്ഥിയാണ്, പഠിക്കാൻ പോവുകയാണ്, ആക്രമണം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ എല്ലാവരും കൈകെട്ടി നിന്നോളും എന്നൊന്നും ഈ ഭരണഘടനയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ഇന്ത്യൻ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുന്നു, സ്വാഭാവികമായി എന്ന് പറയുന്നത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. ബന്ധപ്പെട്ടിട്ട് സംഘർഷം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സംഘർഷത്തിനകത്ത് അത്ര സംഭവങ്ങൾ ഉണ്ടാവും. ഇതിന് പറ്റില്ലെങ്കിൽ സമരം ചെയ്യരുത്. അത് ഞാനായാലും ശരി, നിങ്ങളായാലും ശരി, സമരം ചെയ്യുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. ശരി, താങ്കൾ ഈ പറയുന്ന പോലെ അമിത്ഷാ സഭയെ പറഞ്ഞാൽ മതി. എന്താണ്? പോലീസ് നേരെ കല്ലെടുത്തെറിഞ്ഞാൽ കുട്ടികളെ ഞങ്ങൾ മർദ്ദിക്കും, കുട്ടികളെ ഞങ്ങൾ കുത്തും. സഭയെ പറഞ്ഞാൽ മതി. അതാ പ്രശ്നം. ഗവൺമെന്റ് തയ്യാറാണല്ലോ. തയ്യാറല്ല, അതാണ് പ്രശ്നം. അതിനോട് ധൈര്യമില്ല. ഇവിടെ വന്ന് മലയാളത്തിൽ ചർച്ചയിൽ പറയാം, പക്ഷേ സാധാരണ ഹിന്ദിയിൽ പറഞ്ഞാൽ പിന്നെ പളി വാളും. പിന്നെ വിദ്യാർത്ഥികൾ സഭയിൽ വരും. പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് അവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ചർച്ച വേണ്ട. ചർച്ചയിൽ ഉത്തരം പറയാൻ സർക്കാർ തയ്യാറാണ്, സർക്കാർ ഉത്തരം പറയും. പക്ഷേ നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈഗോ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അപ്പുറത്തും അതേ റിയാക്ഷനേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ആവശ്യം അവിടെ ചർച്ച നടക്കാനോ പാർലമെന്റ് നടക്കാന്നുള്ളതൊന്നുമല്ല. ശരി, വസന്ത്, യുവരാജ് ഗോകുൽ BJPയുടെ വക്താവാണ്. യുവരാജ് പറയുന്നത് BJP നിലപാടാണ്. എന്താണ് വിദ്യാർത്ഥികൾ വൃത്തിയിടാൻ തെളിവ് എവിടെ താങ്കൾ ചോദിച്ചു. തെളിവ് സ്ക്രീനിൽ കാണുന്നുണ്ട്, നേരത്തെ കാണിച്ചു, പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ എന്താണ് കല്ലെടുത്തെറിഞ്ഞാൽ കുട്ടികളെ അതുപോലെ ഉപദ്രവിക്കുമെന്ന് താങ്കൾ പറഞ്ഞത് അമിത്ഷായ്ക്ക് പാർലമെന്റിൽ പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ സംഭവിക്കാൻ അറിയോ? പ്രധാൻ വിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് അത് പറയാൻ ധൈര്യപ്പെടില്ല അമിത്ഷാ. ഇനി ഡൽഹി പോലീസ് തള്ളി പറയാതെ സ്വന്തം കഴിവോട് സമ്മതിക്കലാകും. അതാ വിഷയം. അയോധ്യ രാമക്ഷേത്രം, അവിടെ പ്രാണപ്രതിഷ്ഠ തൊട്ട് പിറ്റേന്നാൾ മുതൽ ഭഗവാന്റെ സ്വത്ത് എല്ലാവരും ചേർന്ന് കട്ടുമുടിച്ചു. എന്താണ് VHPയുടെ ഉപാധ്യക്ഷ മൂക്കിന്റെ കീഴിൽ കട്ടുമുടിച്ചു എന്നൊരു എന്ത് വിസ്തീർണം പറയാനാണ്? എനിക്ക് മനസ്സിലാവും BJPയുടെ സഭയിലെ ധർമ്മസങ്കടം. ശ്രീ യുവരാജ് ഗോകുൽ. അല്ല ഹാഷ്മി, ഞാൻ ഇതിനെല്ലാത്തിനും മറുപടി പറയാൻ തയ്യാറാണ്. അങ്ങ് ഒരു കുറച്ച് നേരത്തെ ക്ഷമ, ഇപ്പൊ മറ്റു രണ്ടുപേര് സംസാരിച്ചപ്പോൾ അവരോട് കാണിച്ച ക്ഷമയുണ്ടല്ലോ, ആ ക്ഷമ എന്നോട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അയോധ്യ ഉൾപ്പെടെയുള്ള മുഴുവൻ വിഷയങ്ങൾക്ക് അങ്ങേക്ക് മറുപടി തന്നിട്ട് ഞാൻ 24 ന്യൂസിന്റെ ഈ ഫ്ലോറിൽ നിന്ന് പോവുകയുള്ളൂ. അപ്പോൾ ഞാൻ അപ്പോൾ അവർ പറഞ്ഞു തുടങ്ങിയ വിഷയമുണ്ടല്ലോ, അവിടെ നിന്ന് എനിക്ക് മറുപടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് ദയവ് ചെയ്ത് അല്പ സമയം തരണം. ഒന്ന്, ശ്രീ ഹരീഷ് വാസുദേവൻ പറഞ്ഞു എന്തോ നിലവാര തകർച്ചയാണ് എന്നൊക്കെയാണ് അങ്ങ് പറഞ്ഞത്. ശ്രീ ഹരീഷെ, പണ്ട് ആർത്തവ കവാടം ഉണ്ടാക്കി വെച്ചിട്ട് സമരം ചെയ്യാൻ പോയി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ചുകൊണ്ട് വന്ന് അവസാനം നാട്ടുകാരെ മൊത്തം ഇത്രയും നിലവാരമില്ലാത്ത ഒരു സമര പരിപാടി, ആഭാസ പരിപാടി കേരളത്തിൽ നടത്തുന്നു എന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോൾ നിങ്ങൾക്ക് നക്സലൈറ്റ് ബന്ധമുണ്ടെന്നും പറഞ്ഞ് ആ പരിപാടി പങ്കെടുക്കാതെ മുങ്ങിയ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഓർമ്മയുണ്ടല്ലോ. അങ്ങയുടെ കരച്ചിൽ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ആ പരിപാടിയിൽ മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രി പങ്കെടുക്കാതെ പോയതിനെ കുറിച്ചിട്ടുള്ള അത്രയും വലിയ നിലവാര തകർച്ചയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഇവിടെ ഫാക്റ്റും ഫിഗറും ഉപയോഗിച്ചിട്ട് ഓരോ ഡിബേറ്റിലും പങ്കെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ ഹാഷ്മി നിരന്തരം ആദ്യത്തെ റൗണ്ടിൽ ഈ പിന്നിലിട്ട് കുത്തി, ലാത്തിയിട്ട് അവിടെ കുത്തി, ഇവിടെ കുത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ചയുടെ ടോൺ അങ്ങനെ പോകുന്ന സമയത്ത് എനിക്കും ആ തരത്തിലേക്ക് റെസ്പോണ്ട് ചെയ്തേ പറ്റൂ. എനിക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല.
മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതൊക്കെ സംഭവിക്കുന്നതാണ്. ഇനി അങ്ങ് ഇവിടെ പാർലമെന്റിനെ കുറിച്ചിട്ടും എക്സിക്യൂട്ടീവിനെ കുറിച്ചിട്ടും അതിന്റെ അധികാരങ്ങളെ കുറിച്ചിട്ടും അതിന്റെ അവകാശങ്ങളെ കുറിച്ചിട്ടും ഉത്തരവാദിത്തങ്ങളെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞു. ശരിയാണ്, അങ്ങേ ഞാൻ ചില കണക്കുകൾ ഓർമ്മിപ്പിക്കാം. നമ്മുടെ നിലവിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹം ആദ്യമായിട്ട് പാർലമെന്റിനകത്തേക്ക് വരുന്നത് 14ാം ലോക്സഭയിലാണ്. അദ്ദേഹത്തിന്റെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് 43%. നാഷണൽ ആവറേജ് 77% ആണ്. 15ാം ലോക്സഭ അദ്ദേഹത്തിന്റെ തന്നെ മൻമോഹൻ സിംഗിന്റെ 2ാം UPA സർക്കാരാണ്. 15ാം ലോക്സഭയിൽ അദ്ദേഹത്തിന്റെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് ഏതാണ്ട് 43%. 16ാം ലോക്സഭയിൽ അത് 52%. 17ാം ലോക്സഭയിൽ 51%. ഈ സമയത്തെല്ലാം നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് ഏതാണ്ട് 80% അടുത്ത് നിൽക്കുന്നതാണ്. അങ്ങയുടെ ഉന്നതമായിട്ടുള്ള ജനാധിപത്യ ബോധവും അങ്ങയുടെ ഉന്നതമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള വലിയ ബഹുമാനവും ഒക്കെ അങ്ങ് വല്ലപ്പോഴും ഒക്കെ ഈ വിഷയങ്ങളിൽ കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യം കുറച്ചുകൂടിയും ഭംഗിയായിട്ട് മുമ്പോട്ട് പോകും. ഇനി അങ്ങേക്ക് കോടതിയിലേക്ക് വല്ലതും പോകാൻ ഉദ്ദേശമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങ് ദയവ് ചെയ്തിട്ട് ഈ കണക്കുകളുമായിട്ട് കോടതിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പറയുന്നതിനകത്ത് വളരെയധികം ശരിയുണ്ട് എന്ന് കോടതി അങ്ങയോട് തിരിച്ചു പറയുകയും അങ്ങേക്ക് അങ്ങനെയെങ്കിലും ഒരു അനുകൂല വിധി സമ്പാദിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്ന് ഞാൻ അങ്ങേ വിനീതമായിട്ട് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കണക്കുകളിൽ നിലവാര തകർച്ച ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, ശ്രീ ഹാഷ്മി പറഞ്ഞ ഒരു വിഷയമുണ്ട് അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. ശരിയാണ്, അയോധ്യയിൽ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഹാഷ്മി 48 മണിക്കൂറുകൾക്ക് മുമ്പ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണ കമ്മീഷൻ അവരുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നാഷണൽ മീഡിയ എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 24 ന്യൂസ് റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഹാഷ്മി കാണാത്തത്. 3300 കോടി രൂപയാണ് അയോധ്യ രാമക്ഷേത്രത്തിന് സംഭാവനയായിട്ട് വന്നിട്ടുള്ളത്. ആ 3300 കോടി രൂപയും കൃത്യമായിട്ടും ഓഡിറ്റഡ് ആണ്. ഒരു രൂപ പോലും അല്ലാതെ പോയിട്ടില്ല. സീറോ ക്യാഷ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് മുഴുവൻ പണവും ബാങ്ക് ത്രൂ ആണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ലാൻഡ് ഡീൽ ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും ഡീൽ ആയിക്കോട്ടെ, മുഴുവൻ കാര്യങ്ങളും ബാങ്ക് ത്രൂ ആണ് സംഭവിച്ചിരിക്കുന്നത്. പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ അട്ടഹസിച്ച അല്ല 3300 ഒന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, അതിന്റെ തെളിവ് കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. ഹാഷ്മിയുടെ കയ്യിൽ അതിനുള്ള തെളിവുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയും അന്വേഷണ കമ്മീഷൻ 3300 കോടി വന്നിട്ടുള്ള സംഭാവന വളരെ ഞാൻ പറഞ്ഞു തീർത്തിട്ട് അങ്ങ് സംസാരിക്കുന്നതായിരിക്കുമല്ലോ കുറച്ചുകൂടെ നല്ല. ഞാൻ ഇവിടെ സംസാരിക്കുകയല്ലേ. 3300 കോടി രൂപ അവിടെ വന്നത് വളരെ കൃത്യമായിട്ട് ഡോക്യുമെന്റഡ് ആണ്. അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ 7-8 ജീവനക്കാർ കൂടിയിട്ട് അവിടെ ദിവസവും സംഭാവന ഇടുന്നതുണ്ടാവുമല്ലോ. ആ സംഭാവന ഇടുന്ന പൈസ എണ്ണുന്ന സ്ഥലത്ത് CCTV ക്യാമറ മറഞ്ഞു നിന്നുകൊണ്ട് ഈ സംഭാവന ഇട്ട പൈസ, അതായത് കാണിക്ക ഇട്ട പൈസ ഒരു 7-8 പേര് ചേർന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ആ 7-8 പേരിനകത്ത് SBIയുടെ സ്റ്റാഫായിട്ടുള്ള ആൾക്കാരുണ്ട്, പുറത്തു നിന്നിട്ടുള്ള ആൾക്കാരുണ്ട്, അതായത് ഈ പറയുന്ന പോലെ തന്നെ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ 3-4 ക്ഷേത്ര ട്രസ്റ്റിന്റെ സ്റ്റാഫുകളും ഉണ്ടായിട്ടുണ്ട്. ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. 7-8 കോടി രൂപ അവർ ആ തരത്തിലേക്ക് ഓട്ടോ ഓടിച്ചുണ്ടാക്കിയാണ്. അറിയാലോ ഏത് ഓട്ടോ ഓടിച്ചാണ്. ഞങ്ങളിലേക്ക് എത്താം. ഒന്നാമത്തെ കാര്യം ചമ്പത് റായ് എന്ന് പറയുന്ന ആള്, നിങ്ങൾ ഇവിടെ നമ്മുടെ അഖിലേഷ് യാദവിന് പോലും ചമ്പത് റായിയെ കുറിച്ചിട്ട് ഒരു ആരോപണം UP-യിൽ നിന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത് പറയാൻ അനുവദിക്കോ? പറയാൻ അനുവദിക്കൂ. ചമ്പത് റായി എന്നും അല്ലല്ല, കാര്യം പറയട്ടെ. ഹാഷ്മി എന്തിനാ ബഹളം വെക്കുന്നത്? ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, ജനങ്ങൾ കേട്ടോണ്ടിരിക്കില്ലേ, ഹാഷ്മി ബഹളം വെക്കാണ്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ, നമ്മുടെ ഈ ചമ്പത് റായി എന്ന് പറയുന്ന ആൾ നമ്മുടെ ഇവിടുത്തെ കുമ്മനം രാജശേഖരനൊക്കെ നടക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് വണ്ടിയോ ആ തരത്തിൽ പ്രത്യേകിച്ച് ഒരു ഡ്രൈവറോ ഒന്നുമില്ല. ചിലപ്പോൾ ഏതെങ്കിലും 5-6 മാസത്തേക്ക് ഇപ്പൊ കുമ്മനം രാജേട്ടൻ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാളെ വിളിക്കുന്ന പോലെ തന്നെ വിളിക്കുകയും വരികയും പോവുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഒരാൾ ആ കേസിനകത്ത് പെട്ടിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അല്ലാണ്ട് അദ്ദേഹം സ്വന്തമായിട്ട് വലിയ ഒരു BMW കാറിൽ സ്വന്തമായിട്ട് ഒരു ഡ്രൈവറെയൊക്കെ വെച്ച് മണിമാളിക താമസിക്കുന്ന ആളൊന്നുമല്ല. അദ്ദേഹം വളരെ ചെറിയ ഒരു ചായ്പ പോലത്തെ വീട്ടിൽ താമസിച്ചു പോകുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അല്ല നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ട് കൊടുക്കണം. താങ്കൾക്ക് തന്നെ ചിരി വരുന്നുണ്ട് പറയുമ്പോൾ. ഹാഷ്മി വിശ്വസിക്കരുത്. താങ്കൾ കേൾക്കുന്നവർ ചിരിക്കാതെ പറയുമ്പോൾ ഹാഷ്മി തെളിവ് ഉണ്ടെങ്കിൽ ഹാഷ്മി വിശ്വസിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. പകരം 24 ന്യൂസ് അതിന്റെ വിദണ്ഡവാദം ഓർത്ത് താങ്കൾ ചിരിക്കുക, താങ്കൾ കേൾക്കുന്നവരും ചിരിക്കുക, അങ്ങയുടെ പാർട്ടിക്കാരെ ചിരിക്കുക, ശ്രീരാമ ഭക്തന്മാരെ മുഴുവൻ ചിരിക്കുക. താങ്കൾ പറയുന്നത് വിട്ടേക്കൂ. ശരി, വസന്ത്.